ചുറ്റും കാടാണ്, ഫുള്ള് കാടാണ്. വേറെ ഒന്നും ഒരു ഇതില്ല കേട്ടോ. അവിടെ ഫുള്ള് ഇതാണ് അമ്പലത്തിൻ്റെ. ആന വേറെ എന്തൊക്കെയാ വരുന്നുണ്ട്? അങ്ങനത്തെ പുള്ളിമാൻ വലിയ പ്രശ്നം. ഹായ് സുഹൃത്തുക്കളെ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ 2000 വർഷം പഴക്കമുള്ള ഒരു ശിവക്ഷേത്രമുണ്ട് നമ്മുടെ നിലമ്പൂരിൽ കുറച്ച് ഇങ്ങോട്ട് പോയിട്ട് നമ്മുടെ മണ്ണുംപാടം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അകമ്പാടം റോട്ടിൽ. അവിടെയാണ് ഈ ശിവക്ഷേത്രത്തിലുള്ള വഴി. കൊടും കാടിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് പോയി നോക്കുകയാണ്. ആ കാഴ്ചകളാണ് ഈ വീഡിയോയിൽ കാണുന്നത്. ഈ വഴി ഭയങ്കര ഒരു കാടിൻ്റെ ഉള്ളിലൂടെയുള്ള വഴിയാണ്. നല്ല പേടിയുണ്ട് പോകാൻ. കാരണം ഞാൻ കരുതി ചിലപ്പോൾ ആളുകളൊക്കെ ഉണ്ടായിരിക്കും. ഞാനൊരു റീല് കണ്ടിട്ടാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ റീലിൽ കണ്ടപ്പോൾ ചിലപ്പോൾ അത് ഒരുപാട് ആൾക്കാർ കണ്ടതാണ്, അപ്പോൾ ആളുകൾ ഉണ്ടാകുമെന്ന് വിചാരിച്ചു. പക്ഷെ ആരുമില്ല, ഒരു കുട്ടി പോലും ഇല്ല. പിന്നെ ഞാൻ വിചാരിച്ചു ഇനി പോണ്ടേ എന്നുള്ള ഒരു സംശയത്തിൽ നിന്നു. പക്ഷേ എങ്കിലും ഞാൻ മുന്നോട്ട് വെച്ചത് പിറകോട്ടില്ല എന്ന് വിചാരിച്ച് രണ്ടും കൽപ്പിച്ചിട്ട് ഇനി എന്താണ് മുന്നോട്ടുള്ളതെന്ന് നോക്കിയിട്ട് തന്നെ കാണാമെന്ന് വിചാരിച്ച് നടന്നു. ഒരു ക്ഷേത്രമുള്ളതുപോലെ ഒരു ഫീലും നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ ഒരു ആരോ മാർക്ക്, ഒരു ബോർഡ് മാത്രമുണ്ട്. ആ ക്ഷേത്രത്തിൻ്റെ പേര് അത്തിക്കാവ് എന്ന് പറയുന്നതാണ് ക്ഷേത്രത്തിൻ്റെ പേര്. അങ്ങനെ കുറച്ച് കണ്ടപ്പോൾ അത് വീണ്ടും ഒരു ചെറിയൊരു ബോർഡ് കണ്ടു. അവിടെയും കറക്റ്റ് ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട്, ക്ഷേത്രത്തിൻ്റെ പേരും വെച്ചിട്ട്. ഇനി ഇതിലൂടെ കുറച്ച് പോകാൻ വേണ്ടി പറയുന്നുണ്ട്. ഇവിടെയും കൊടും കാടാണ്. ഞാൻ ആ ബോർഡ് ഒന്നുകൂടി സൂം ചെയ്ത് കാണിക്കുന്നുണ്ട്. കൊടും കാടാണ്, ഭയങ്കര കാട്ടിലൂടെയുള്ള യാത്രയാണത്. ഇപ്പോൾ കുറച്ച് നോക്കുമ്പോൾ ഒരു സൈഡിൽ കുറച്ച് റബ്ബർ പോലെ കാണുന്നുണ്ട്. പക്ഷെ വീണ്ടും കാട്ടിലേക്ക് കൂടെ തന്നെ വീണ്ടും പോകണം. ഇപ്പോൾ വന്യമൃഗങ്ങളൊക്കെ ഇറങ്ങാൻ സാധ്യതയുള്ള കാട് പോലെ തോന്നുന്നുണ്ട് കണ്ടിട്ട്. എന്താണെന്നറിയില്ല, ആരുമില്ല. അങ്ങനെ ഒടുവിൽ നമ്മൾ ആ ശിവക്ഷേത്രത്തിൻ്റെ മുന്നിലെത്തി. 2000 വർഷം മുമ്പുള്ള ഈ ശിവക്ഷേത്രമാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ആരുമില്ല കേട്ടോ ഇവിടെ. ഒരു 2 വണ്ടികൾ കണ്ടപ്പോൾ ഞാൻ കരുതി ചിലപ്പോൾ ഇവിടെ ആളുണ്ടാവുന്നു, പക്ഷെ അവിടെ ആരുമില്ല. അമ്പലം കേട്ടോ, ആരുമില്ല. 2-3 വണ്ടികൾ ഇറക്കുന്നുണ്ട്, പക്ഷെ ഇവിടെ ആരുമില്ല. ഒരു മനുഷ്യ കുട്ടിയില്ലേ. കൊടും കാടിൻ്റെ ഉള്ളിലാണ് ഈ 2000 വർഷം പഴക്കല്ലേ അമ്പലം. അതിൻ്റെ കാര്യങ്ങളൊക്കെ. ചുറ്റും കാടാണ്, ഫുള്ള് കാടാണ്. വേറെ ഒന്നും ഒരു ഇതില്ല കേട്ടോ. അവിടെ ഫുള്ള് ഇതാണ് അമ്പലത്തിൻ്റെ മുന്നിലെ അമ്പലത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്തിക്കാടാണ് ക്ഷേത്രത്തിൻ്റെ പേര്. ഇവിടെ ആരുമില്ല. ജസ്റ്റ് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ദൂരം വന്നത്. ഒന്ന് ചോദിക്കാൻ കൂടി ആരുമില്ല കേട്ടോ ഇവിടെ എന്താണെന്നുള്ളത്. പക്ഷേ ഇവിടേക്കില്ല യാത്ര ഭയങ്കര സംഭവമായിരുന്നു. കൊടും കാട്. കുറച്ചിങ്ങോട്ട് കയറിയപ്പോൾ ഞാൻ വരണോ വേണ്ടെന്ന് വരെ വിചാരിച്ചു. കാരണം കൊടും കാടാണല്ലോ, ആരും കാണുന്നില്ല. ശരിക്കും ഭയങ്കര ഒരു ഫീലിംഗ് ആണ് ഈ കാടിൻ്റെ നടുവിൽ ഇങ്ങനെ നടന്നു പോകുമ്പോഴും. ഈ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് എന്തൊക്കെയോ ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട്. പിന്നെ ഇതിനെക്കുറിച്ചിട്ട് കൂടുതലായിട്ട് ചോദിക്കാനോ ഒന്നും ഇവിടെ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ശരിക്കും ഒരാൾ ഒറ്റയ്ക്ക് ഈ കാടിൻ്റെ നടുവിൽ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ നിൽക്കുക എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ എന്തായിരിക്കും ഇതിൻ്റെ ഒരു ഫീലിംഗ് എന്നുള്ളത്. ചോദിക്കാനേ അപ്പോൾ ശരിക്കും അവിടെ നിന്ന് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. ആ ഒരു എക്സ്പീരിയൻസ് ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും എല്ലാവരും ഇതൊന്ന് കാണുന്നതാണ് എൻ്റെ അഭിപ്രായം. തിരിച്ചു പോയ സമയത്ത് ഞാനൊരാളെ കണ്ടത്, അപ്പോൾ അയാളോട് ജസ്റ്റ് ചോദിച്ചു നോക്കും. ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് ജസ്റ്റ് പോയതാണ്. അപ്പോൾ എനിക്ക് തന്നെ അറിയാം ഭയങ്കര ഹെവി ആയിട്ടുള്ള റോഡ്. ആന വന്നിട്ടുണ്ട്, ഇതിലെ വരലുണ്ട്. ആന വേറെ എന്തൊക്കെയാ വരലുണ്ട്? അങ്ങനത്തെ പുള്ളിമാൻ വലിയ പ്രശ്നമല്ല, വല്ല പുലി അങ്ങനത്തെ കിടക്കാൻ. എന്നാലും ആന ഉണ്ടായത് ഞാൻ ആ ഉള്ളിലേക്ക് പോയപ്പോൾ ശ്രദ്ധിച്ചിട്ടില്ല. ഏതായാലും അപ്പോൾ ഞാൻ തിരിച്ചു പോവുകയാണ്. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഞാൻ ഒരാളോട് സംസാരിച്ച് അയാൾ പറഞ്ഞു ഇവിടെ ആന ഇറങ്ങുന്ന സ്ഥലമാണ്. ശരിക്കും അതെനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ എനിക്കൊരു ഫീലുണ്ട് ഒറ്റ കാടിൻ്റെ നടുവിലാണെന്നുള്ള. എനിക്ക് ഏറ്റവും മനോഹരമായി തോന്നിയത് ഈ യാത്ര തന്നെ കേട്ടോ, ഈ ഒരു പേടിപ്പെടുത്തുന്ന ഈ യാത്ര. എന്തായാലും ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്ന എല്ലാവർക്കും ബൈ.